ഈ യുവതി ആര്? തട്ടിപ്പിൽ അനന്തുവിനൊപ്പം താമസിച്ചിരുന്ന ഈ യുവതിക്കും പങ്കുണ്ടോ? ആരോപണം ഉയർന്നിട്ടും അന്വേഷിക്കാൻ തയ്യാറാകാതെ പോലീസ്. യുവതിയുടെ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി ഫ്ളാറ്റ് അധികൃതർ. പോലീസിന്റെ അന്വേഷണം പാളുന്നതായും ആക്ഷേപം. പാതിവില തട്ടിപ്പ് അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് പാടുപെടും. അനന്തകൃഷ്ണൻ തട്ടിയെടുത്ത 1000 കോടി കണ്ടെത്തുന്നത് എളുപ്പമാവില്ല. അക്കൗണ്ടിൽ ബാക്കിയുള്ളത് വെറും 3 കോടി. നജീബ് കാന്തപുരം MLA-ക്കെതിരായ പരാതി പിൻവലിച്ച് വിദ്യാർത്ഥിനി. അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ ഇന്ന് മൂവാറ്റുപുഴ കോടതിയിൽ. പെരുവന്താനത്ത് കാട്ടാന വീട്ടമ്മയെ ചവിട്ടിക്കൊന്നതിൽ പ്രതിഷേധം ശക്തം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത് പുലർച്ചെ മാത്രം. സോഫിയുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ്. മുമ്പ് മാനയ്ക്ക് മുന്നിൽ പെട്ടിട്ടുണ്ടെന്ന് സോഫിയ പറയുന്ന വീഡിയോ പുറത്ത്. വയനാട് നൂൽപ്പുഴയിലും കാട്ടാന ആക്രമണം. കടയിൽ നിന്ന് സാധനം വാങ്ങി മടങ്ങിയ യുവാവ് കൊല്ലപ്പെട്ടു. അമ്മയുടെ സുഹൃത്തിനെ ഷോക്കേൽപ്പിച്ച് കൊന്നതിന് പിന്നിൽ വർഷങ്ങളുടെ പക. ആലപ്പുഴയിൽ യുവാവ് അമ്മയുടെ സുഹൃത്തിനെ കൊന്നത് 4 വർഷം മുൻപുള്ള ആക്രമണത്തിന്റെ പ്രതികാരം. കൊല്ലപ്പെട്ട ദിനേശൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നെന്ന് പ്രതിക്ക് 2 മൊഴി. മരണം ഉറപ്പാക്കാൻ 1-ലേറെ തവണ ഷോക്കേൽപ്പിച്ചു. ഇന്ന് നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകും. സ്വകാര്യ സർവകലാശാല ബില്ലും പ്രതിപക്ഷം ഉന്നയിക്കും. തൃശൂരിലെ വിഭാഗീയതയും വീഴ്ചകളും സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പുഴയ്ക്കലും ചാലക്കുടിയിലും കുന്നംകുളത്തും ചേരിപ്പോര് ശക്തം. കരുവന്നൂരിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നും കുറ്റസമ്മതം. ഉദ്യോഗസ്ഥരും ഭരണസമിതിയും അറിയാതെ ഇത്ര വലിയ തട്ടിപ്പ് നടക്കില്ലെന്ന് ഗോവിന്ദൻ. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ തിരക്കിട്ട നീക്കങ്ങളിൽ BJP. MLA-മാരുമായി ചർച്ച നടത്തി സംപിത് പാത്ര. മെയ്തേയ് വിഭാഗത്തിലുള്ള ആളെ മുഖ്യമന്ത്രിയെ അംഗീകരിക്കില്ലെന്ന് കുക്കി വിഭാഗം. പഞ്ചാബ് ആം ആദ്മി സർക്കാരിലെ പ്രശ്നം പരിഹരിക്കാൻ അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കം. ഇന്ന് MLA-മാരുമായി ചർച്ച നടത്തും. ഭഗവന്ത് മാനെ മാറ്റാനുള്ള ശ്രമമെന്ന് കോൺഗ്രസും BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ചർച്ച. ഫ്രാൻസിൽ നിന്ന് മോദി അമേരിക്കയിലേക്ക് തിരിക്കും. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാവുന്നു. പ്രതിഷേധത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ മാത്രമാണ് മൃതദേഹം അവിടെ നിന്ന് മാറ്റാനായത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സോഫിയുടെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം നടക്കും. സോഫിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് കൈമാറും. മകൾക്ക് സർക്കാർ ജോലിക്ക് ശുപാർശ ചെയ്യുമെന്ന് കളക്ടർ അറിയിച്ചു. കാട്ടാന ഇറങ്ങുന്നത് പതിവായ പ്രദേശത്തെ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും തീരുമാനമായി. വന്യജീവികളുടെ ആക്രമണങ്ങളെ ഭയന്നാണ് കൊല്ലപ്പെട്ട സോഫിയും കുടുംബവും അവിടെ കഴിഞ്ഞിരുന്നത്. വന്യജീവി ശല്യത്തെക്കുറിച്ചും ആനകളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യവുമൊക്കെ സോഫിയ വിവരിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. ബ്ലോക്ക് റിസോഴ്സ് സെന്റർ ഓഫീസർമാരോട് അടുത്തിടെയാണ് ഇവർ കാര്യങ്ങൾ വിശദീകരിച്ചത്. പുള്ളി പോകുമ്പോ കാണിക്കും നിങ്ങളങ്ങ് ആന നേടെ വരുമോ കൊച്ചു വീണ് ആന പേടിച്ചു. ആന ഇങ്ങോട്ട് കയറി വരുമോ അമ്മയോട് പറഞ്ഞെന്ന് നിന്റെ അടുത്ത് പതുക്കെ പോ നമുക്കന്ന് രണ്ടുപേരും സ്കൂളിൽ നിന്ന് വരുവായിരുന്നു. അയ്യോ എല്ലാം അപ്പുറത്തെ പിള്ളേരും കണ്ടിട്ടു ആ ചേട്ടനെല്ലാം കണ്ടിട്ടു. ഇടയ്ക്ക് വാർത്ത കാണുന്ന 10-20 എണ്ണത്തിന്റെ കൂട്ടം ഇതാല്ലേ വലിയ ആനക്കൂട്ടം.
സാറൊക്കെ ഞങ്ങൾ ആന വിളിക്കാൻ കള്ളവാതയ്ക്ക് വിളിക്കാൻ ഞാൻ മൊബൈലിലൊക്കെ എടുത്ത് ഒറ്റയ്ക്കുമായിരുന്നു. ഒറ്റ വീടുള്ളല്ലേ ഈ നിങ്ങൾക്കിപ്പോ രാത്രി നമുക്ക് ഒരു നിർവാഹമല്ല, വണ്ടി പഠിക്കുന്ന സഹായിച്ച് ഒരു ആപത്ത് വരാതെ രാത്രിയിലൊക്കെ എന്തെങ്കിലും അപകടം വന്നാലും ഒന്നിനും ഒരു നിർവാഹമില്ല. വണ്ടിക്കാരെ വിളിച്ചാൽ പോലും പേടിച്ച് ആനയെ പേടിച്ചിട്ട് ഇപ്പോഴൊക്കെ വരും. സന്ധ്യ ആവുന്ന മുമ്പ് വരും. അവര് പറഞ്ഞിട്ടുണ്ട് സന്ധ്യ ആവുന്ന മുമ്പ് എവിടെയോ ഓട്ടത്തിന് വിളിച്ചോണോ അല്ല അത് കഴിഞ്ഞിട്ട് അവർക്ക് ജീവനെ പേടിയില്ല. അവർക്കൊക്കെ കണ്ടിട്ട് ഈ ആനയുടെ ശല്യം ബസ്സും കൂടെ പോയി. അപ്പോൾ പിന്നെ മുണ്ടക്കയത്ത് 22 കിലോമീറ്റർ വന്നു. നമ്മുടെ ഇതിലെ കൂടെ നമ്മൾ വന്നില്ലേ, ആ വഴി കൂടെ അടിവശം ആടിനെ ഞാൻ പറഞ്ഞില്ലേ, ആടിനെ പിടിച്ചു. നമ്മുടെ ആടിനെ പിന്നെ ഒരു പശുവിനെ പിടിച്ചു. അതായിട്ടാണ് പിന്നെ കുറെ ഇവിടെ വീടിന്റെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മോഡ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കുറെ ആടിനെ അതിനൊക്കെ പട്ടി ഇവിടുന്ന് കൊണ്ടുപോയി. നിങ്ങൾ പുലി വരുമ്പോ ഇവിടെ കഴുത്തിന് പിടിച്ചോണ്ട് പോകുമല്ലേ? കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ഓടി വീണ് എന്റെ മുട്ടൊക്കെ ഇതായി ഞങ്ങൾ മെഡിക്കൽ റെസ്റ്റ് ചികിത്സയൊക്കെ ആയിരുന്നു. വീട്ടിനകത്ത് ഇറങ്ങി വന്നതാണ്. പട്ടിയെ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങുന്ന മുമ്പ് ഇവര് ഇറങ്ങി വന്നിട്ട് ഇവിടെ നിന്ന് താഴത്ത് പുലി ഇറങ്ങി, പുലി ഓടി. പട്ടിയെ പിടിച്ചിട്ട് താഴ്ത്തി ആടി പട്ടിയെ കൊണ്ടുപോയി. അത് 50-60 കിലോ വരെ അത് എടുക്കും. ഇത്രയും ഉണ്ട് സാറേ. ശരിക്കും പറയുകയാണെ 27 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. 27 കിലോമീറ്റർ കറക്റ്റ് ഉണ്ട്. ഈ വണ്ടി നമ്മൾ ഇത്രയും നടന്നു കയറി ഞങ്ങളുടെ തന്നെയല്ല പിടിച്ച പുറത്തുകാരൻ ഒരു വീടുണ്ട്. 2 പെൺപിള്ളേര് അച്ഛനും അമ്മയും താമസിക്കുന്നത്. അവരുടെ ഒരു 10-15 പശുവിനെ ആടിനെ ഒന്നിനെ കൊണ്ടുപോയത് പിന്നെ തിരിച്ചുകൊണ്ടുപോയി പശുവിനെ. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ പെരുവന്താനത്ത് ഇവർ താമസിക്കുന്ന ഭാഗത്ത് സ്ഥിരമായി കാട്ടാന ശല്യം ഉണ്ടാവുന്നുണ്ട് എന്ന് അധികൃതരോട് തന്നെ അവർ പറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എപ്പോഴൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ വിശദമായി പറയുന്നു. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടും ആ പറഞ്ഞ ആൾക്ക് തന്നെ ജീവൻ നഷ്ടപ്പെട്ടു. നാട്ടുകാർക്കപ്പോൾ സ്വാഭാവികമായും ഇക്കാര്യങ്ങളെല്ലാം അറിയാം. അത് ഇവർ അധികൃതരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. അതായിരുന്നു ഇന്നലെ ഇത്രയും വലിയ പ്രതിഷേധത്തിന് കാരണമായത്. തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെയാണ്. അതായത് ഇത് കേവലം പുതുതായി ഉണ്ടാകുന്നൊരു സംഭവം എന്നുള്ളതല്ല, മാധ്യമങ്ങളിലടക്കം വന്നിട്ടുള്ളതാണ്. ഒരു പക്ഷേ ദൃശ്യങ്ങൾ കണ്ടവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വലിയ ആനക്കൂട്ടങ്ങൾ കാടിറങ്ങി വരുന്ന കാഴ്ച നമ്മൾ ഒരുപാട് തവണ ഈ നാട്ടുകാർ തന്നെ പകർത്തി അയച്ചിട്ടുള്ളത്, മാധ്യമങ്ങൾ എല്ലാവരും തന്നെ പ്രക്ഷേപണം ചെയ്തിട്ടുള്ളതാണ്. ഈ ചേന്നാപ്പാറയിൽ പുലിപ്പേടിയുള്ളതും പുലിക്കൂട് സ്ഥാപിക്കുന്ന അങ്ങനെ വനവകുപ്പിൻ്റെ ചില നടപടികൾ അക്കാര്യങ്ങളിലൊക്കെ പുലിയെ കെണിവെക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ്. ഇതിൽ ദാരുണമായുള്ളത് ഇപ്പോൾ ഇതൊക്കെ പരാതിപ്പെട്ട ഒരാൾ തന്നെ ഇന്ന് അവർക്ക് തന്നെ ദാരുണമായി ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരത്താണ് ഈ സംഭവം ഉണ്ടായത്. എന്തായാലും ഇന്നിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. മുണ്ടക്കയത്ത്, അതായത് ഈ ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ചേന്നാപ്പാറയുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയാണ്. അവിടേക്കാണ് ഇന്നലെ ഈ മൃതദേഹം കൊണ്ടുവന്നത്. രാത്രി വൈകി ഈ കളക്ടറുടെ നേതൃത്വത്തിലെത്തി ഉറപ്പുകൾ നൽകിയ ശേഷമാണ് ഈ മൃതദേഹം കൈമാറിയത്. അതിനുശേഷമാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് അടുത്തുള്ള ഒരു താലൂക്ക് ആശുപത്രി, പോസ്റ്റ്മോർട്ടം സൗകര്യത്തിനുള്ള ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയാണ്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. മുണ്ടക്കയം ജുമാഅത്ത് പള്ളിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ തുടരുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്കായി മൃതദേഹം മാറ്റുന്നതിന് വേണ്ടി ആംബുലൻസും മറ്റും കൊണ്ടുവന്നിട്ടും ഒക്കെയുണ്ട്. എന്തായാലും വൈകാതെ നമുക്കിവരുടെ പ്രതികരണം ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, നിങ്ങൾ ഈ പ്രദേശത്തുള്ളവരാണോ? പ്രദേശത്തുള്ളവർ. ഇന്നലെ ഇത് സ്ഥിരം ഉള്ളതാണ് ആന ഇറങ്ങും? ആന ഇപ്പോൾ ഒരു 2-3-4 വർഷമായിട്ട് സ്ഥിരമായിട്ട് എല്ലാ മേഖലകളിലും ആനയുടെ ശല്യമുണ്ട്.
ഇപ്പം ഞാനൊരു 2.5 വർഷം മുമ്പ് ആനശല്യം സഹിക്കുക വയ്യാതെ ഞാനിപ്പോൾ മുണ്ടക്കയത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുക. ഞാനിവിടുത്തെ തൊഴിലാളിയാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും, അതായത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഈ എസ്റ്റേറ്റിൽ റീപ്ലാന്റേഷൻ നടക്കാത്തതാണ് മെയിൻ കാരണം. ഇപ്പോൾ റീപ്ലാന്റേഷൻ നടന്നുകൊണ്ട് ഇതുകൊണ്ടോ ഇതുപോലെ തൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ വൃത്തിയായിട്ട് കിടക്കും. അങ്ങനെ ആനകൾക്കോ വന്യമൃഗങ്ങൾക്കൊന്നും വരാൻ പറ്റത്തില്ലാത്ത സാഹചര്യമുണ്ട്. ഒരു കാട് പോലെ തന്നെ കിടക്കുകയാണ് ഈ സ്ഥലത്തും കാട് പോലെ. വനത്തിൽ ഇപ്പോൾ അടിക്കാടില്ലാത്തത് കൊണ്ട് ഈ നാട്ടിലോട്ട് മൃഗങ്ങൾ ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ട്. പശുക്കളെയും അതുപോലെ തന്നെ ഒക്കെ കടുവ, പുലിയൊക്കെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കൂടൊക്കെ വെക്കുന്ന ഒക്കെ ഉണ്ടായി. എന്നാലും എനിക്കൊരു നഷ്ടം വന്നിട്ടുണ്ട്. നമ്മുടെ പശുക്കളെ വരെ പിടിക്കുന്ന സാഹചര്യം. ഇത് വലിയ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് ഉണ്ടാവുന്നത് തന്നെയാണ് ഞങ്ങളുടെ. എന്താ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പരിഹാരം? ഞങ്ങളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ MLA വന്ന് പത്രസമ്മേളനമൊക്കെ നടത്തി പോവുകയും ഇലക്ട്രിക് ഫെൻസിങ്ങും അതുപോലെ ട്രെഞ്ച് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുകയും അതൊന്നും നടപ്പാക്കിയിട്ടില്ല. എന്നാൽ ഈ വനമേഖലയ്ക്ക് വന്യജീവി ആക്രമണത്തിൽ നിന്നും ഈ നാടിനെ രക്ഷിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ബൃഹത് പദ്ധതികളുണ്ട്. സാമ്പത്തികം കേന്ദ്രത്തിൽ നിന്ന് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. അതൊന്നും ഈ സർക്കാർ വിനിയോഗിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. ഇത് ശരി, എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ടു. ഇനി കൂടുതൽ ആളുകളുണ്ട് ഇവിടെ. മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികളും ഉണ്ട്. ഈ ചേട്ടാ, നിങ്ങൾ ആ പ്രദേശത്ത് തന്നെയുള്ളതാണോ? ഞാൻ അവിടെ താമസിക്കുന്നത്. ഞാൻ അവിടുത്തെ ജമാഅത്ത് പ്രസിഡൻ്റാണ്. എൻ്റെ മഹല്ലിൽപ്പെട്ടതാണ്. അപ്പം ഇവിടെ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അപ്പം ഇന്നലെ രാവിലെ മുതലേ ആനശല്യം ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ ഫോറസ്റ്റിനെ അറിയിച്ചെന്നാണ് പറയുന്നത്. അവരാരും വന്നില്ല. വന്ന് ഈ മരണം കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും, അത് കഴിഞ്ഞൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ ഫോറസ്റ്റുകാർ എത്തിയിരിക്കുന്നത്. പിന്നെ ഇതിന് ഫോറസ്റ്റിനെക്കാട്ടിലും കുറ്റം പറയേണ്ട ഇത് TR&D എസ്റ്റേറ്റാണ്. TR&D എസ്റ്റേറ്റിൽ ഈ പ്രദേശം ഒരു 10-20 ഏക്കർ ചെന്നാപ്പാറ ബി ഡിവിഷനിൽ കുപ്പക്കയം ഏരിയയിൽപ്പെടുന്ന സ്ഥലമാണ് ബി ഡിവിഷൻ ചെന്നാപ്പാറ. അവിടെ ഇത് 5 വർഷമായി റബ്ബർ മുറിച്ച് പ്ലാന്റ് ചെയ്യാതെ കിടക്കുന്ന സ്ഥലമാണ്. ഇത് കാരണം കൊണ്ടാണ് അവിടെ ആന ശല്യം കൂടിയത്. കാടും നാടും തമ്മിൽ തിരിച്ചറിയാത്തൊരവസ്ഥയുണ്ട്. കാടും നാടും, സാറ് പറഞ്ഞ പോലെ കാടും നാടും ശബരിമല വനവും എല്ലാം ഒരുപോലെ ഇരിക്കും. അതേ ഒരു അവസ്ഥയാണ് TR&D എസ്റ്റേറ്റ് ഇപ്പം ജനങ്ങളോട് കാണിക്കുന്ന ദ്രോഹ നടപടികൾ എന്ന് വേണേൽ പറയാം. അതിനാണോ കളക്ടർ ഇന്നലെ ഉറപ്പ് നൽകിയത്? നിങ്ങളിന്ന് സംസാരിച്ചപ്പോൾ അതാണ് കളക്ടർ ഉറപ്പ് നൽകിയത്. മാനേജ്മെൻറ്റിന് നോട്ടീസ് നൽകാമെന്ന് കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ 100% വിശ്വാസം. ഇന്നലെ പ്രതിഷേധം ഉണ്ടായി. ഇന്നും അത്തരം പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ? ഇന്ന് പ്രതിഷേധം ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. കാരണം TR&D എസ്റ്റേറ്റിലെ കുപ്പക്കയം ഡിവിഷൻ മാനേജറെ ഇന്നലെ മുതൽ ജമാഅത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാനും രാഷ്ട്രീയക്കാരും ഫോൺ വിളിച്ചാൽ ഇദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ജോർജ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. പുള്ളി ഫോൺ എടുക്കുന്നില്ല. അപ്പം ഇതിനകത്തൊരു പരിഹാരം കാണുവാൻ മാനേജ്മെൻറ്റിന് ഇപ്പം 3 കുടുംബക്കാരുണ്ട് അവിടെ താമസിക്കുന്നത്. ഈ 3 കുടുംബക്കാരും ഈ TR&D എസ്റ്റേറ്റിൽ കൂടി വേണം അവരുടെ വീട്ടിൽ പോകാൻ. ഈ മുണ്ടക്കയത്ത് വന്നിട്ട് TR&D എസ്റ്റേറ്റിനുള്ളിൽ ജീവിക്കുന്നവരല്ല, എസ്റ്റേറ്റിന് വെളിയിൽ താമസിക്കുന്നത് എസ്റ്റേറ്റിലെ തൊഴിലാളികളല്ല. അപ്പം ഈ എസ്റ്റേറ്റ് വഴി വേണം ഇവർക്ക് മുന്നോട്ട് പോകുവാൻ വേണ്ടി. അപ്പം ഈ കാട് വെട്ടാത്തതാണ് ഈ ആനശല്യം പെരുവാൻ. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകളൊക്കെ എപ്പോഴത്തേക്കാണ്? അതൊക്കെ തീരുമാനിച്ചോ? പൊതുദർശനമുണ്ടോ? എങ്ങനെയാണ് അതൊക്കെ? ഇന്നിപ്പം നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ ചെന്നാപ്പാറ ജമാഅത്തിൽ തന്നെ പൊതുദർശനം വെക്കും. അവിടെ നമ്മുടെ ഖബർ അടക്കുന്നത് വരിക്കാനി ജുമാ മസ്ജിദിലാണ്. അത് 15 കിലോമീറ്റർ അടുത്ത് തന്നെയാണ്. ചെന്നാപ്പാറയിൽ നിന്ന് മുണ്ടക്കയത്ത് 15 കിലോമീറ്റർ വന്നാലേ നമുക്ക് അടക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുന്ന കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഉദ്യോഗസ്ഥരെല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട്. തുടർ നടപടികൾ നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ നിന്ന് മൃതദേഹം അല്പസമയത്തിനുള്ളിൽ, ഇതിപ്പോൾ ഈ മോർച്ചറിക്കുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. അതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹം കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും പൊതുദർശനം, ഈ പോസ്റ്റ്മോർട്ടം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാകുക.
നേരത്തെ പറഞ്ഞ പോലെ ചേന്നാമറ്റം ജുമാ മസ്ജിദിൽ സംസ്കാര ചടങ്ങുകളുണ്ട്. അതിനുശേഷം തുടർ നടപടികളിലേക്ക് പോകും. എന്തായാലും നിലവിൽ ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പെരുവന്താനം നെല്ലിവിളയിൽ സോഫിയയാണ് ഇന്നലെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. സമാനമായൊരു വാർത്ത തന്നെയാണ് ഇന്ന് വയനാട്ടിൽ നിന്നും രാവിലെ വരുന്നത്. വയനാട്ടിൽ നൂൽപ്പുഴയിലാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. നൂൽപ്പുഴ കാപ്പാട് ഉന്നതിയിലെ മാനുവാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മാനുവിനൊപ്പമുണ്ടായിരുന്ന ഭാര്യയെ കാണാനില്ല. കർണാടകയുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് നൂൽപ്പുഴ. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം വലിയ രീതിയിൽ കാട്ടാന ശല്യമുള്ള മേഖലയുമാണ്. ഇന്നലെ വൈകിട്ട് കടയിൽ പോയി തിരികെ വരുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ മാനു മരിച്ചത്. ഇന്ന് മാനുവിനൊപ്പമുണ്ടായിരുന്ന ഭാര്യയെ കാണാനില്ല. അതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പെരുവന്താനത്ത് നിന്ന് കാട്ടാനയുടെ ആക്രമണത്തിൻ്റെ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രാവിലെ മാനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ ഭാഗം തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന മേഖലയാണ്, വനാതിർത്തിയാണ്. അവിടെ വലിയ രീതിയിൽ കാട്ടാനയുടെ ശല്യമുള്ള ഭാഗവുമാണ്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ട വാർത്ത വരുന്നത്. കാട്ടാന ശല്യം കാരണം പൊറുതിമുട്ടി പത്തനംതിട്ട കോന്നി ആവോലിക്കുഴിയിലെ താമസക്കാർ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന കൃഷി ഇവിടെ വ്യാപകമായി നശിപ്പിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ മേഖലയിലെ കർഷകർ. കോന്നി ആവോലിക്കുഴി സ്വദേശി ഓമനയുടെ പുരയിടത്തിലെ കൃഷിയാണ് കാട്ടാനകൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നശിപ്പിച്ചത്. 200ഓളം വാഴകളും കപ്പയും കാച്ചിലും ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പുലർച്ചെ കാട്ടാനയുടെ സാന്നിധ്യം മനസ്സിലാക്കി കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ഞങ്ങൾ ഇറങ്ങി വന്ന് വാഴക്കൊല വെട്ടാനെ കൊണ്ടിറങ്ങി വന്നപ്പോഴാണ് ഇത് വാവച്ചപ്പോഴാണ് ഇറങ്ങിയത്. സോളാർ പൊട്ടിച്ചോണ്ടാ. സോളാർ ഇട്ടേക്കുക 4 വശവും 2-3 ലക്ഷം രൂപ മുടക്കി ഞങ്ങളുടെ ഇത്രയും ദിവസത്തിന് 4 വശവും സോളാർ ഇട്ടേക്കുക. ഇന്ന് അത് പൊട്ടിച്ചോണ്ടാ കയറിയത്. വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവ തകർത്താണ് കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ എത്തുന്നത്. വനപാലകർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. രാത്രിയിലും വെളുപ്പിനെ വെളുപ്പാങ്കാലത്ത് വെച്ചാൽ വരുന്നത്. സാധാരണ കഴിക്കുന്ന വാഴ, കപ്പ, അങ്ങനെയുള്ള മറ്റു കൃഷികളൊക്കെയാണ്. റബ്ബറൊക്കെ വലിച്ചൊടിക്കുക. റബ്ബർ, തെങ്ങ്, കവുങ്ങ്. സമീപകാലത്ത് മാത്രം 5 പ്രാവശ്യമാണ് കാട്ടാനക്കൂട്ടം കൃഷികൾ നശിപ്പിച്ചത്. തെങ്ങും കവുങ്ങും ഉൾപ്പെടെയുള്ള കൃഷികളാണ് പലപ്പോഴും നശിപ്പിക്കുന്നത്. വായ്പയെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകരാണ് വന്യമൃഗങ്ങളുടെ ശല്യത്താൽ ദുരിതത്തിലായിരിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പാതിവില തട്ടിപ്പ്. പാതിവില തട്ടിപ്പിൽ വീണ്ടും പുതിയ പരാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഫറോക്കിലും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കേരള ഗ്രാമനിർമ്മാണ സമിതി സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പരാതിയിലാണ് കേസ്. ആനന്ദകുമാർ, അനന്തുകൃഷ്ണൻ എന്നിവരാണ് കേസിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള പരാതിയിൽ പ്രതികളായി പറയുന്നത്. 6.32 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 918 ഗുണഭോക്താക്കൾക്ക് സ്കൂട്ടർ പകുതി വിലയിൽ നൽകാമെന്നും ലാപ്ടോപ്പും മറ്റ് വീട്ടുപകരണങ്ങളും നൽകാമെന്നുമായിരുന്നു കരാർ. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇതിപ്പോ ഓരോ വ്യക്തികൾ പരാതിയുമായി വരുന്നതിന് അപ്പുറത്തേക്ക് ഇവരുടെ വാക്ക് വിശ്വസിച്ച് ഈ നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ച ആളുകൾ പരാതിയുമായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരും ഈ കേസിൽ പ്രതികളാവുന്ന സാഹചര്യമാണ്. ഈ ഫറോക്കിൽ ഏത് തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് ഈ സമിതി ആരോപിക്കുന്നത്? ശ്രീജ, സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലുള്ളതിന് സമാനമായി തന്നെ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ NGOകളൊക്കെ നാട്ടിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനകളാണ്. അത്തരം സന്നദ്ധ സംഘടനകൾ വഴിയാണ് ഈ കേസിലും ധനസമാഹരണം നടന്നിരിക്കുന്നത്. കേരള ഗ്രാമനിർമ്മാണ സമിതി സെക്രട്ടറി, അതായത് ഗ്രാമനിർമ്മാണ സമിതിയുടെ പേരിലാണ് ഇത്തരത്തിൽ നാട്ടുകാരിൽ നിന്നും പണം പിരിക്കുകയും ആ പണം ഈ അനന്തകൃഷ്ണന്റെ ഒക്കെ ട്രസ്റ്റിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ 6.32 കോടി രൂപ ഈ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് വ്യക്തമാക്കുന്നു.
പകുതി വിലയിൽ സ്കൂട്ടർ, ലാപ്ടോപ്പ്, വീട്ടുപകരണങ്ങൾ എന്നിവ അടക്കമുള്ള സാമഗ്രികൾ നൽകാം എന്ന് പറഞ്ഞ് 918 ഗുണഭോക്താക്കളിൽ നിന്നാണ് പണം വാങ്ങിയത്. ഈ പണം വാങ്ങിയവർക്ക് 6 മാസത്തിനുള്ളിൽ ലാപ്ടോപ്പും ഈ ഗൃഹോപകരണങ്ങളും സ്കൂട്ടറും ഒക്കെ നൽകാമെന്ന് പറഞ്ഞെങ്കിലും ആ നിശ്ചിത കാലയളവിനുള്ളിൽ നൽകാൻ പറ്റിയിട്ടില്ല. ആദ്യഘട്ടങ്ങളിൽ മറ്റിടങ്ങളിലെ പോലെ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്ത ഇടപാടുകാർക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് കൃത്യമായ രീതിയിൽ ഈ സാധന സാമഗ്രികൾ നൽകി. അത് വളരെ ചെറിയ എണ്ണത്തിലുള്ള ആളുകളാണ്. 50 പേർക്ക് സ്കൂട്ടർ, 30 പേർക്ക് ലാപ്ടോപ്പ് എന്നിങ്ങനെയൊക്കെ നൽകി. അപ്പോൾ പൂർണ്ണമായും ഒരു വിശ്വാസത്തിലേക്ക് ആളുകൾ മാറുകയും കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ സാമഗ്രികൾ വേണമെന്ന ആവശ്യമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. മറ്റിടങ്ങളിലും ഈ പദ്ധതി വിജയകരമായി മുന്നോട്ട് നീങ്ങുന്നത് കണ്ടാണ് ഈ സുരേഷ് ബാബുവും ഈ പദ്ധതിയിൽ ചേരുന്നതും ആ പണം അടയ്ക്കുകയും ചെയ്യുന്നത്. ഒപ്പം ഈ ആനന്ദകുമാറിനെ പോലുള്ള ആളുകൾ, അത് സമൂഹത്തിൽ വിശ്വസ്തയോഗ്യരെന്ന് കരുതുന്ന ആളുകളുടെ ഒരു സാന്നിധ്യവും ഈ പദ്ധതിയിൽ ചേരാൻ കാരണമായി. എന്തായാലും 6.32 കോടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് തന്നെ മറ്റ് 2 കേസുകൾ ഇത്തരത്തിലുള്ള 2 സന്നദ്ധ സംഘടനകളെ കബളിപ്പിച്ച് ആ പണം സ്വന്തമാക്കി നൂറുകണക്കിന് ഇടപാടുകാർക്ക് പൈസ നഷ്ടമായതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫാറൂഖിലും കേസെടുത്തിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ഫറൂഖിലും പാതിവില തട്ടിപ്പിൽ പരാതി വന്നിരിക്കുന്നു. 6.32 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾ കൂടി നോക്കാം. പാതിവില തട്ടിപ്പിലൂടെ അനന്തകൃഷ്ണനും സംഘവും പിരിച്ച 1000 കോടി എവിടെ പോയെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അത് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ആദ്യ ദൌത്യമാവും. പിരിച്ച തുകയിൽ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് 3 കോടി രൂപ മാത്രമാണ്. 1000 കോടി തട്ടിയെടുത്ത സംഘത്തിന് പിന്നിൽ ഉന്നത ബിസിനസ് രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കണ്ടുപിടിക്കേണ്ടത് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുള്ള ദൌത്യമാവും. സംസ്ഥാനത്താകെ നടത്തിയ തട്ടിപ്പിലൂടെ 1000 കോടി രൂപ അനന്തകൃഷ്ണൻ പിരിച്ചെടുത്തെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതുവരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത പരാതികൾ പ്രത്യേക അന്വേഷണ സംഘം ക്രോഡീകരിക്കും. ഇതോടെ തട്ടിപ്പ് തുക ഇതിലും ഉയർന്നേക്കാം. ഇത്ര വലിയ തുക കയ്യിലെത്തിയിട്ടും അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ അവശേഷിക്കുന്നത് 3 കോടി മാത്രം. ബാക്കി തുക എവിടെ പോയി? മറ്റേതെങ്കിലും രഹസ്യ അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയോ? ഇതുവരെ ചിത്രത്തിലില്ലാത്ത മറ്റാരെങ്കിലും തട്ടിപ്പിന് പിന്നിലുണ്ടോ? H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തേണ്ടത് ഇതാണ്. മറ്റൊന്ന് ആനന്ദകുമാറിന്റെ തട്ടിപ്പിലെ പങ്കാണ്. ആനന്ദകുമാറാണ് പദ്ധതി പൊളിച്ചതെന്നാണ് അനന്തു പോലീസിന് നൽകിയ മൊഴി. മാധ്യമങ്ങളോടും ഇത് ആവർത്തിച്ചു. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദകുമാർ സാറ് വിവിധ CSR ഏജൻസികളിൽ നിന്ന്, വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണം പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതിലൂടെ സംഭവിച്ചിട്ടുള്ള പ്രതിസന്ധി. 1000 കോടിയുടെ തട്ടിപ്പ് ഒരാൾക്ക് മാത്രം നടത്താനാകുമോ? കേസിൽ വൻകിട രാഷ്ട്രീയ ബിസിനസ് ബന്ധങ്ങളുണ്ടോ? പ്രധാനമന്ത്രിയുടെ അടുത്തെത്താൻ പോലും അനന്തുവിന് കഴിഞ്ഞത് ഈ ബന്ധങ്ങളാണോ? ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി വലുതാണ്. അതിനുമപ്പുറം പൂർണ്ണമായി സ്വതന്ത്ര അന്വേഷണം നടത്താൻ ഈ അന്വേഷണ സംഘത്തിന് കഴിയുമോ? പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടത്തുന്ന താൽപര്യം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന് ഇനിയുമുണ്ടാകുമോ? മിക്ക പരാതികളിലും അനന്തകൃഷ്ണനൊപ്പം പരാമർശിക്കുന്ന പേരാണ് ആനന്ദകുമാറിന്റേത്. എന്നാൽ തനിക്ക് തട്ടിപ്പിൽ ബന്ധമില്ലെന്നും താൻ കുടുങ്ങിപ്പോയതാണെന്നും ആനന്ദകുമാർ വാദിക്കുന്നു. ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ക്രൈംബ്രാഞ്ച് സംഘം തന്നെയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഈ പാതിവില തട്ടിപ്പിൽ ഇപ്പോൾ ശ്രദ്ധ മുഴുവൻ നിൽക്കുന്നത് അനന്തകൃഷ്ണനിലേക്കാണ്. ഒപ്പം ആനന്ദകുമാറിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ മറ്റാർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാമായിരുന്നു? ഈ പണം എങ്ങോട്ടാണ് പോയത്? എന്തൊക്കെയാണ് ഇതിനു പിന്നിൽ സംഭവിച്ചത്? ഇതെല്ലാം അറിയേണ്ടതുണ്ട്. ഈ അനന്തകൃഷ്ണനൊപ്പം ഫ്ളാറ്റിൽ കഴിഞ്ഞിരുന്ന യുവതി ആര് എന്ന ചോദ്യം ഇതിനൊക്കെ ഉത്തരം നൽകും. മറൈൻ ഡ്രൈവിലെ അശോക അപ്പാർട്ട്മെന്റിൽ പ്രതി ഒരു യുവതിക്കൊപ്പം എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. തട്ടിപ്പ് നടത്തുന്നതിന് അനന്തകൃഷ്ണനൊപ്പം ഈ യുവതിക്കും പങ്കുണ്ടെന്നാണ് ആരോപണം. ഇയാൾക്കൊപ്പം അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന യുവതിയെ പോലീസ് ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അനന്തകൃഷ്ണന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണ് യുവതി എന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കാനോ അന്വേഷണ സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ യുവതിയുടെ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു എന്ന് ഫ്ളാറ്റ് അസോസിയേഷൻ സെക്രട്ടറി ന്യൂസ് 18നോട് പറഞ്ഞു. അനന്തകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുകയും ആ ഫ്ലാറ്റിൽ അയാളോടൊപ്പം താമസിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ ഷീസ് എ ലേഡി. ഓക്കെ, ഇപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം അറസ്റ്റ് വന്നതിന് TV-യിലും മറ്റും വാർത്തകളായതിന് ആദ്യതിൻ്റെ പിന്നെ തുടർന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ലാറ്റിലെ ഒരു മനുഷ്യനുമായും അവർ സംസാരിക്കുകയോ
അവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമായി നമുക്കിപ്പോൾ തോന്നുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ ലേഡി അനന്തകൃഷ്ണനോടൊപ്പം ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ വി ആർ ഗിവൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഹിസ് ലൈഫ് പാർട്ട്ണർ, ഭാര്യയായിരിക്കുമെന്നാണ് കരുതിയത്. ആ ലേഡി ഷീ ലുക്ക് വെരി ആഫ്ലുവൻ്റ് ഓൾസോ. അപ്പോഴാണ് അവർ പറഞ്ഞത് അത് അക്കൗണ്ടൻ്റ് ആയിരുന്നു. ഈ ലേഡി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പോലീസിനോട് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലേഡി ഷീ യൂസ് ടു കം ടു അവർ ജിം ഏർലി മോർണിംഗ് ഇൻ 6 to 6 o'clock. സൂംബ ഡാൻസ് കളിക്കുമായിരുന്നു ജിമ്മിൽ വന്ന് നിന്ന്. അവർ ഷട്ടിൽ കളിക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഇതെല്ലാം അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ ഒരാൾ, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഹാൻഡിൽ ചെയ്ത ഒരാൾ, എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, ഇത്രയും വലിയൊരു ചീറ്റിംഗ് നടത്തിയ ഒരാൾ, ഒരു സ്കാം. ആ പണം അദ്ദേഹം പലയിടത്തും കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് അറിയാം ഈ കേസൊക്കെ നടത്തിയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ കേസിൽ നിന്ന് എപ്പോൾ പുറത്തു വരണമെന്നും കേസ് മുഴുവൻ നടത്താനുള്ള എക്സ്പെൻസ് എത്ര ആയിരിക്കുമെന്നും. അപ്പോഴും വീണ്ടും എക്സസ് മണി ഉണ്ടാകും. ഈ ഫണ്ട് എവിടെയാണ് കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണത് ഹൈഡ് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു നല്ല സോഴ്സ് ഈ ലേഡി ആയിരിക്കുമെന്ന് പോലീസിനോട് അന്ന് തന്നെ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ യാതൊരു അന്വേഷണം നടത്തിയതായിട്ട് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇൻ ദ മൂവാറ്റുപുഴ കേസ്, വാട്ട് ഹി ടോൾഡ് മീ, അത് ഈ ലേഡി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് ആയിരുന്നു, വാസ് നോട്ട് അക്കൗണ്ടൻറ്റ്. വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്? കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് മീൻസ് ഷീ നോസ് മോർ അബൌട്ട് ഹിം. എന്തുകൊണ്ട് അവരുടെ അടുത്ത് അന്വേഷിക്കുന്നില്ല? ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഒരുപാട് പാളിച്ചകളുള്ളതുപോലെ തോന്നുന്നു. കാരണം കേരളത്തിലെടുത്ത 20ഓളം FIRകളിലൊക്കെ തന്നെ 20 കഴിഞ്ഞു ഇപ്പോൾ, എല്ലാ FIRലും കുടുംബശ്രീയിൽപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾ, ആക്ച്വലി അവരവരുടെ ട്രാപ്പിൽപ്പെട്ട ഏജൻസാണ്. അവരെല്ലാം ഒന്നിട ഒഴിവാതെ പ്രതികളാക്കുന്നു. പക്ഷേ ഈ ലേഡിയെ പ്രതിയാക്കിയിട്ടില്ല. ഈ ലേഡിയെ പ്രതിയാക്കുകയോ ഇവരുടെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുകയോ ഒന്നും തന്നെ ചെയ്യാൻ പോലീസിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിലേക്ക് കടന്നു ചെല്ലുന്നൊരു ഭാഗത്തിലേക്ക് ഇവരെത്താൻ പോകുന്നില്ല. മറ്റൊന്ന്, ബഡ്സ് ആക്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത്രയും കേസ് വന്നിട്ട് പോലും ബഡ്സ് ആക്ട് പ്രകാരം പ്രോപ്പർട്ടി മുഴുവൻ സീസ് ചെയ്യാനും 10 വർഷം തടവ് കിട്ടുന്നതും സെഷൻസ് ഒഫൻസ് ആകേണ്ടതുമായ ഒരു കുറ്റകൃത്യത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ മാത്രം ട്രൈ നടത്തുന്നത് വെറും ഒരു ചീറ്റിംഗ് കേസായി മാത്രം ഇത്രയും ദിവസമായിട്ടും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വളരെ സംശയമാണ്. പണം എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. ഈ ലേഡിയുടെ വിഷ്വൽസ് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അനന്തകൃഷ്ണനെതിരായ അന്വേഷണത്തിൽ പാളിച്ചകൾ ഉണ്ടെന്ന ആരോപണവും ഇവർ ഉയർത്തുന്നുണ്ട്. കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് സാധാരണക്കാരായ കുടുംബശ്രീയിലടക്കം പ്രവർത്തിക്കുന്ന ഇടനിലക്കാരായ സ്ത്രീകളാണ്. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ടെന്നും അഭിഭാഷകനായ A. രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്നത് തീർച്ചയായിട്ടും അങ്ങനെ അനുമാനിക്കാം. രാഷ്ട്രീയ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാനുള്ളൊരു ഇടപെടലായിരിക്കും ഇതിൽ നടക്കുക. ഒരു പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ കാണുന്ന ഒരു സവിശേഷത, ഈ കേസിന് പ്രത്യേകിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്നുമില്ല. നോബഡി വാണ്ട്സ് ദിസ് കേസ്. ദെർ ഇസ് നോബഡി ടു ഓൺ ഇറ്റ് ഓർ ടു ക്ലൈം ഇറ്റ് എക്സെപ്റ്റ് ദ മീഡിയ. മീഡിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മാത്രം പോകുന്ന ഒരു ലൈഫേ ഈ കേസിനുള്ളൂ. അത് കഴിയുമ്പോൾ ഒരൊറ്റ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇതിന് വേണ്ട. കാരണം ഇതിലുൾപ്പെട്ട പരാതിക്കാർ, വിക്ടിംസ് ആരും തന്നെ സമൂഹത്തിൽ ഉന്നത ശേഷിയുള്ളവരോ ഇൻഫ്ലുവൻസ് ഉള്ളവരോ കേസ് മുൻപോട്ട് നടത്തിക്കൊണ്ടു പോകാൻ ഉള്ള പ്രാബല്യമോ പ്രാഗൽഭ്യമോ അല്ലെങ്കിൽ അതിനുള്ള സോഴ്സുള്ള ആളുകളല്ല. വെറും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കേസുകൾക്കൊക്കെ സോളാർ കേസിലെ വിക്ടിംസിന് എത്ര നീതി കിട്ടിയോ അതിനേക്കാളും വലിയ ദുരവസ്ഥയിലായിരിക്കും. പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അടുത്തേക്കൊന്നും കേസ് എത്താനും പോകുന്നില്ല. മാത്രമല്ല, ഒരു പൊളിറ്റീഷ്യൻസിനും ഈ കേസിൻ്റെ ആവശ്യമില്ല. ഇതാർക്കും ഇതിൽ ആവശ്യമുള്ളൊരു കേസല്ല. കുറച്ച് കഴിയുമ്പോൾ കേസെല്ലാം അതിൻ്റെ വഴിക്ക് തന്നെ പര്യവസാനിക്കാനുള്ള വലിയൊരു സാഹചര്യം ഇതിൽ കാണുന്നുണ്ട്. അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇയാളുള്ളത്. തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്നായിരുന്നു ഇന്നലെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ അനന്തകൃഷ്ണന്റെ പ്രതികരണം. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമുക്കിപ്പോൾ ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികളിൽ നിന്ന് ലഭിക്കുന്നത്. അത് ഇയാളുടെ തട്ടിപ്പുകൾ മുഴുവൻ ഒരുപക്ഷെ അറിയുമായിരിക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ്. പക്ഷേ പോലീസിന് ഈ വിവരങ്ങൾ നൽകിയിട്ടും പോലീസ് ഇതുവരെയും അവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആരാണെന്ന് കണ്ടെത്താനോ ഉള്ള നടപടികളിലേക്ക് ഒന്നും കടന്നിട്ടുമില്ല. ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭിക്കുന്നുണ്ടോ? ഇന്ന് കോടതി നടപടികൾ എന്തായിരിക്കും? ശ്രീജ, അനന്തകൃഷ്ണന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റോ അല്ലെങ്കിൽ അക്കൗണ്ടന്റോ ആയിക്കോട്ടെ, ആ ദൃശ്യങ്ങളിൽ നിന്നും
അനന്തകൃഷ്ണനുമായി അടുത്തിടപഴകുന്ന അല്ലെങ്കിൽ അടുത്ത് ബന്ധമുള്ള പെൺകുട്ടിയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ആ ഫ്ളാറ്റിലെ സ്ഥിര താമസക്കാരിയാണ്, പക്ഷേ മറ്റുള്ളവരുമായി യാതൊരുവിധ ബന്ധവും പുലർത്തുന്നില്ല. ഈ CCTV ദൃശ്യങ്ങളടക്കമാണ് അന്വേഷണ സംഘത്തിന് ഈ ഫ്ളാറ്റ് അസോസിയേഷൻ സെക്രട്ടറിയും ഒപ്പം അഭിഭാഷകനുമായ രാജസിംഹൻ നൽകിയത്. അതിൽ ഒരു അന്വേഷണം പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതായത് അനന്തകൃഷ്ണനെ വേണ്ടി അല്ലെങ്കിൽ അനന്തകൃഷ്ണന് സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ തട്ടിപ്പുകളിൽ ഇതിൽ ആരൊക്കെ പ്രതികളാകുമെന്ന് പുറത്തു വരാതിരിക്കുന്നതിനു വേണ്ടി അന്വേഷണ സംഘം വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഈ തുകയെല്ലാം എവിടെയാണോ അനന്തകൃഷ്ണൻ നിക്ഷേപിച്ചിരിക്കുന്നത് ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാൾ ആ പെൺകുട്ടിയാണെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ അന്വേഷണ സംഘം എന്തുകൊണ്ടോ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുവാനോ പ്രതി ചേർക്കുവാനോ എന്താണ് ഈ പെൺകുട്ടിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട പങ്ക് എന്ന് കണ്ടെത്തുവാനോ തയ്യാറാകുന്നില്ല എന്നതാണ് ഇപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. അസോസിയേഷൻ സെക്രട്ടറിയും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അന്വേഷണ സംഘത്തിന് ഈ CCTV ദൃശ്യങ്ങളടക്കം കൈമാറി. ലാലി വിൻസെന്റ് പറഞ്ഞത് പ്രകാരമാണ് ഈ പെൺകുട്ടി അനന്തകൃഷ്ണന്റെ അക്കൗണ്ടന്റ് ആണെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് അക്കൗണ്ടന്റ് അല്ല, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തത് എന്നാണ് അസോസിയേഷൻ ചോദിക്കുന്നത്. അതോടൊപ്പം ഈ കേസ് വലിയ രീതിയിൽ അട്ടിമറി നടത്താനുള്ളൊരു ശ്രമം മുന്നിലുണ്ട്. ഇതിൽ പല നേതാക്കന്മാരുടെയും പേര് പുറത്തു വരാതിരിക്കാൻ, രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഉന്നതരുടെ പേര് പുറത്തു വരാതിരിക്കാൻ അന്വേഷണ സംഘം വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതൊക്കെയോ ഉന്നതതല ഇടപെടൽ ഈ അന്വേഷണ സംഘത്തിന് മേലുണ്ട് എന്നുകൂടിയാണ് ഈ അഭിഭാഷകൻ കൂടിയായ രാജസിംഹൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിനു മുൻപ് പല നേതാക്കന്മാരുടെ അല്ലെങ്കിൽ ഉന്നതരുടെ പേരുകൾ പുറത്തു വന്നെങ്കിൽ കൂടിയും ഇപ്പോൾ ആ പേരുകളെല്ലാം മായുന്ന ഒരു സാഹചര്യമാണ്. അനന്തകൃഷ്ണന് കൃത്യമായ ഒരു സംരക്ഷണം ഒരുക്കുന്നു എന്ന് പറയാൻ കഴിയും. ഇന്ന് രാവിലെ 11 മണിക്കാണ് മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി അനന്തകൃഷ്ണന്റെ ജാമ്യം പരിഗണിക്കുക. എന്തായിരിക്കും കോടതിയിൽ നിന്നും വരുന്ന ഉത്തരവെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ജാമ്യം കിട്ടാനുള്ളൊരു സാഹചര്യം വിദൂരമാണ്. എങ്കിൽ പോലും ഈ കേസിൽ എത്രത്തോളം തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതൊക്കെ പ്രോസിക്യൂഷൻ ഏത് വിധത്തിൽ കോടതിയിൽ ബോധിപ്പിക്കാൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുൻപ് ഈ 5 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചപ്പോൾ കൃത്യമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഈ ആടുകളിൽ നിന്നും പറ്റിച്ചെടുത്ത തുക എവിടെയൊക്കെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, അത് കൂടുതലും ഭൂമിയായിട്ടാണ് അനന്തകൃഷ്ണൻ വാങ്ങിയത്. അവിടെ എത്തി പരിശോധന നടത്തി, അനന്തകൃഷ്ണന്റെ ഓഫീസിലെത്തി പരിശോധന നടത്തി, അപ്പാർട്ട്മെന്റിലെത്തി പരിശോധന നടത്തി. അങ്ങനെ പരിശോധനകളും തെളിവെടുപ്പും എല്ലാം പൂർത്തിയാക്കി. പക്ഷേ ഏത് വിധത്തിലാണ് അന്വേഷണ സംഘം ഇനി മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരേക്കും അനന്തകൃഷ്ണൻ മാത്രമാണ് ഇതിലെ പ്രധാന പ്രതിയായിട്ട് നിൽക്കുന്നത്. ഒപ്പം ഒരുപാട് പേരുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അവരിലേക്കൊന്നും അന്വേഷണ സംഘം നീളുന്നില്ല. 11 മണിക്കായിരിക്കും ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുക. എന്താവും കോടതി പറയുക എന്ന് നോക്കിക്കാണാം. ഒപ്പം അനന്തകൃഷ്ണൻ പറയുന്നത് തനിക്ക് ഭീഷണിയുണ്ട്, ഇതിൽ പല ഉന്നതരുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഉന്നതർ തന്റെ കയ്യിൽ നിന്നുമൊക്കെ പണം വാങ്ങിയിട്ടുണ്ട്. ഈ പേരുകൾ പുറത്തു വരാതിരിക്കാൻ തനിക്ക് വലിയ രീതിയിൽ സമ്മർദ്ദമുണ്ട്, തന്റെ മേൽ ഭീഷണിയുണ്ടെന്നൊക്കെയാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. എന്തായാലും അനന്തകൃഷ്ണൻ ഒറ്റയ്ക്കല്ല ഈ ഒരു വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പിന്നിൽ ആരൊക്കെയുണ്ട്? ഉന്നതർ തന്നെയാണ്, വലിയ രീതിയിൽ സ്വാധീനമുള്ള വ്യക്തികൾ തന്നെയാണ്. പക്ഷെ അവരുടെ പേരുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെങ്കിലും പുറത്തു വരുമോ എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ശരി നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴ പുന്നപ്രയിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ കൊലപ്പെടുത്തി. പുന്നപ്ര സ്വദേശി ദിനേശനാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ വൈദ്യുതാഘാതമേൽക്കാൻ കെണിയൊരുക്കിയായിരുന്നു കൊലപാതകം. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ രഹസ്യമൊഴി നൽകി നടി. ആലുവ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് മൊഴി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന നടിയുടെ പരാതിയിൽ BNS-ലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. കേസെടുത്തതിനു ശേഷവും സനൽകുമാർ നടിയെ ആക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു. ജീവന് ഭീഷണിയുണ്ടെന്ന് അനന്തകൃഷ്ണൻ. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ജുഡീഷ്യറിയിലെ ഉന്നതരും ഉൾപ്പെട്ടത് കേസായതിനാൽ ഭീഷണിയുണ്ട്. മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് അനന്തു ഇക്കാര്യം പറഞ്ഞത്. അനന്തുവിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും.
പാതിവില തട്ടിപ്പ് കേസ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് SP സോജന്. ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണ മേൽനോട്ടം വഹിക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ക്രൈംബ്രാഞ്ച് ADGPയും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിപുലമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. പാതിവില തട്ടിപ്പിലൂടെ സമാഹരിച്ച പണത്തിൽ നല്ലൊരു പങ്ക് അനന്തകൃഷ്ണൻ ആഡംബര ജീവിതത്തിന് ഉപയോഗിച്ചുവെന്ന് രേഖകൾ. പണം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചത് അനന്തുവിന്റെ കമ്പനിയായ സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം. ഡിസംബറിൽ മാത്രം അനന്തു ചെലവിട്ടത് 7 ലക്ഷത്തിലേറെ രൂപ. വിമാനയാത്രയ്ക്കും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ താമസത്തിനും പണം ചെലവാക്കി. 21 അക്കൗണ്ടുകൾ അനന്തു കൈകാര്യം ചെയ്തുവെന്നും പോലീസിന്റെ കണ്ടെത്തൽ. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനിൽ നിന്ന് ചില്ലിക്കാശ് കൈപ്പറ്റിയിട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. ഒരു ചാനൽ തെറ്റായ വാർത്ത നൽകി. 7 ലക്ഷം രൂപ കുഴൽനാടന് നൽകിയെന്ന മൊഴി കണ്ടെത്തുന്നായിരുന്നു ചാനലിലെ ആങ്കർ പറഞ്ഞത്. അത്തരം ഒരു മൊഴിയില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സ്ഥിരീകരിച്ചതാണെന്നും കുഴൽനാടൻ. തനിക്കെതിരായ ആരോപണങ്ങൾ തള്ളി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന വാങ്ങിയത് തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പ്. കൊല്ലത്ത് മേയർ രാജിവെച്ചതോടെ പുതിയ മേയറെ തീരുമാനിക്കാൻ LDF മുൻധാരണ പ്രകാരം CPI അംഗമാണ് മേയർ ആവേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് മേയർ പ്രസന്ന അയർനെസ്റ്റ് രാജിവെച്ചത്. S വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, 4 വർഷം കഴിഞ്ഞു. ധാരണ പ്രകാരം ഇപ്പോൾ പുതിയ മേയർ വരേണ്ടതുണ്ട്. ആരുടെയൊക്കെ പേരുകൾക്കാണ് മുൻഗണനയുള്ളത്? തീർച്ചയായും കൊല്ലം കോർപ്പറേഷനിലെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ നാടകീയ സംഭവങ്ങൾക്ക് ഒടുവിലാണ് മേയറുടെ രാജി ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കൂടിയ കൗൺസിൽ യോഗത്തിന് ശേഷമായിരുന്നു മേയർ പ്രസന്ന അയർനെസ്റ്റ് രാജി സമർപ്പിച്ചത്. മുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജിവെച്ചതെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അവസാന ഒരു വർഷമാണ് മേയർ സ്ഥാനം CPIക്ക് എന്നായിരുന്നു മുൻ ധാരണ. ഈ കാലാവധി കഴിഞ്ഞിട്ടും പ്രസന്ന അയർനെസ്റ്റ് മേയർ സ്ഥാനം ഒഴിഞ്ഞു നൽകാൻ തയ്യാറായിരുന്നില്ല. ഇത് CPIയെ വലിയ ഒരു കടുത്ത പ്രതിഷേധത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. തുടർന്നായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനവും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളും CPI രാജിവെച്ചത്. ഈ ഒരു സംഭവം വലിയ ഒരു വിവാദമായി മാറിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് തന്നെ, അതായത് ഇവർ രാജിവെച്ച ദിവസം തന്നെ ഫെബ്രുവരി 10-ന് താൻ സ്ഥാനം ഒഴിയുമെന്ന് പ്രസന്ന അയർനെസ്റ്റ് വ്യക്തമാക്കിയിരുന്നു. ഇത് പ്രകാരമായിരുന്നു കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചത്. ഇതോടെ മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിലേക്ക് കൊല്ലം കോർപ്പറേഷൻ മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാത്ത സാഹചര്യത്തിൽ വികസന സ്ഥിരം സമിതി അധ്യക്ഷയായ S ഗീതാകുമാരിക്കാണ് മേയറുടെ ചുമതല ഉണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ പ്രധാന സ്ഥാനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ കൗൺസിൽ യോഗങ്ങളടക്കം വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ബജറ്റ് തയ്യാറാക്കുന്ന പ്രവർത്തനം തുടങ്ങിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 20 ദിവസം കുറഞ്ഞത് വേണ്ടിവരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി, S വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ബ്രോസ്റ്റഡ് ചിക്കൻ തീർന്നുപോയെന്ന് ആരോപിച്ച് താമരശ്ശേരിയിൽ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് നേരെ അക്രമം. കട ഉടമയെയും ജീവനക്കാരനെയും 5 അംഗ സംഘം മർദ്ദിച്ചു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, പലതരം അക്രമങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പപ്പടം കിട്ടാത്തതിനൊക്കെ അക്രമം ഉണ്ടായത് കേട്ടിട്ടുണ്ട്. ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ തീർന്നുപോയെന്ന് പറഞ്ഞ് അതും ചെറിയ അക്രമമൊന്നും അല്ല നടക്കുന്നത്. എപ്പോഴായിരുന്നു സംഭവം? എന്താണ് അധികൃതർ പറയുന്നത്? തീർച്ചയായും പലതരത്തിലുള്ള തട്ടുകടകൾക്കും അല്ലെങ്കിൽ ഹോട്ടലുകൾക്കും നേരെയുള്ള അക്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഇനം സാധനം, പ്രത്യേകിച്ചും ബ്രോസ്റ്റഡ് ചിക്കൻ തീർന്നുപോയി എന്ന് ആരോപിച്ചാണ് ഇന്നലെ താമരശ്ശേരിയിൽ ഉണ്ടായിരുന്ന മർദ്ദനം. അർദ്ധരാത്രി ഏതാണ്ട് 12:15 കൂടിയാണ് 5 അംഗ സംഘം ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ എത്തിയത്. ഇവിടെ എത്തിയ ശേഷം ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ച ശേഷം ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ സമയം ഇത്രയും ആയതുകൊണ്ട് തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ തീർന്നുപോയി എന്ന് കടയുടമയായ സൈദും ജീവനക്കാരനായ മഹദി ആദമും അറിയിച്ചു. പക്ഷേ അവരതുകൊണ്ടൊന്നും തൃപ്തരായിരുന്നില്ല. തങ്ങൾക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് പിന്നീട് ഈ ജീവനക്കാരനും ഉടമയ്ക്കും നേരെ മർദ്ദനം അഴിച്ചുവിടുകയായിരുന്നു. കൈക്ക് അടക്കം പരിക്കേറ്റ ഇവർ പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പോലീസിന് ഇത് ഹാജരാക്കുകയും 2 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വഴിയോര വിശ്രമ കേന്ദ്രത്തിന് നേരെയാണ് 5 അംഗ സംഘം ആക്രമണം നടത്തിയത്.
തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വൃക്കരോഗബാധിതയായ ഇരട്ടക്കുട്ടികളെയും അമ്മയെയും പുറത്താക്കി അച്ഛൻ വീട് പൂട്ടിയ സംഭവത്തിൽ കോടതിയുടെ ഇടപെടൽ. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെയും അമ്മയെയും വീട്ടിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ ജീവനക്കാരനായ അജിത് റോബിൻ നിർബന്ധിതനായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഭാര്യയെയും മക്കളെയും പുറത്താക്കി വീട് പൂട്ടി ഇയാൾ കടന്നുകളഞ്ഞത്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ എന്താണ് കോടതിയുടെ നിർദ്ദേശം? ഇത് ഉറപ്പുവരുത്താൻ കോടതി ആരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്? കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മനസാക്ഷിയെ നടക്കുന്ന തരത്തിലുള്ള ഈ ഒരു പ്രവൃത്തി അജിത് റോബിൻ എന്ന് പറയുന്ന യുവാവ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും വീടിന് പുറത്താക്കി പൂട്ടിയിട്ട് ജോലി സ്ഥലത്തേക്ക് കടന്നു കളയുകയായിരുന്നു ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പറയുന്ന അജിത് റോബിന്റെയും ഭാര്യ നീതുവിന്റെയും വിവാഹം കഴിഞ്ഞ 2018 ഇവരുടെ വിവാഹം നടന്നത്. അന്ന് ഇയാളൊരു അലുമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളിയായിരുന്നു. അപ്രകാരം അന്ന് അയാൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള 65 പവന്റെ സ്വർണവും ഒപ്പം ഒരു കാറും ഒക്കെയും നൽകി വിവാഹം കഴിഞ്ഞു. പക്ഷെ 4 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ജോലി കിട്ടി, നഗരസഭയിൽ ഒരു ജോലി കിട്ടി. തുടർന്ന് ഇദ്ദേഹത്തിന്റെ സർക്കാർ ജീവനക്കാരനായതോടുകൂടി ഇദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളിൽ പ്രകടമായ ഒരു മാറ്റം ഉണ്ടാവുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. തുടർന്ന് ഇയാൾക്ക് കൂടുതൽ സ്ത്രീധനം വേണമെന്നും അത് വീട്ടിൽ നിന്ന് വാങ്ങി നൽകണമെന്ന് പറഞ്ഞ് വീട്ടിൽ സ്ഥിരം വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ബുദ്ധിമുട്ട് നേരിട്ടതിനെ തുടർന്ന് നീതു നെയ്യാറ്റിൻകര കോടതിയെ സമീപിച്ചിരുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതി നടപടികളുടെ ഭാഗമായി പോയി തിരികെ വന്നപ്പോൾ ഈ അജിത് ഇവരുടെ വീട് പൂട്ടി കടന്നു കളയുകയായിരുന്നു ഉണ്ടായത്. തുടർന്ന് അജിത് റോബിന് വിഴിഞ്ഞം പോലീസ് ഈ നീതു സമീപിച്ചെങ്കിലും അജിത് റോബ് പ്രതികരിക്കാൻ തയ്യാറായില്ല. അന്നത്തെ ദിവസം വിഴിഞ്ഞം പോലീസിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഈ കുടുംബം കഴിഞ്ഞത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നീതുവിന്റെ 2 മക്കൾ ഇരട്ട കുട്ടികളാണ്. അതിൽ ഒരു കുട്ടി വൃക്കരോഗിയാണ്. ചികിത്സയ്ക്ക് പോലും കാശില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഇവർക്ക് ചികിത്സാ ചെലവിനോ അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു വകയും ഇയാൾ നൽകാത്തൊരവസ്ഥയിലായിരുന്നു ഇവർ കോടതിയെ സമീപിച്ചത്. പഠനം പോലും മുടങ്ങിയ ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും കോടതിയെ സമീപിച്ചു. ഇപ്പോൾ കോടതി നെയ്യാറ്റിൻകര കോടതി നൽകിയ ഉത്തരവ് പ്രകാരം വീടിന്റെ പൂട്ട് പൊളിച്ച് ഇവരെ അകത്ത് പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ് കോടതി നൽകിയ നിർദ്ദേശം. അതിന് ചുമതല നൽകിയിരിക്കുന്നത് വിഴിഞ്ഞം SHOയ്ക്കാണ്. അതുമായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ ഇവരെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ പറയുന്ന അജിത്തിനെതിരെ പോലീസ് കേസെടുക്കുമെന്നും ഒപ്പം ഈ കുട്ടികൾക്ക് ഈ പറയുന്ന നീതുവിനും വേണ്ട സംരക്ഷണം പോലീസ് ഉറപ്പുവരുത്തുമെന്നുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്ത് അച്ഛൻ ഇറക്കിവിട്ട അമ്മയെയും കുട്ടികളെയും കോടതി ഉത്തരവോടെ തിരികെ വീട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ് പോലീസ്. ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ കറണ്ട് അടിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ വർഷങ്ങൾ നീണ്ട പക. കൊല്ലപ്പെട്ട ദിനേശൻ 4 വർഷം മുൻപ് ഈ കൊലപാതകം നടത്തിയ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. അന്നും തർക്കത്തിന് കാരണം അമ്മയുമായുള്ള ബന്ധമായിരുന്നെന്ന് പോലീസ് പറയുന്നു. ഷോക്കേറ്റ് വീണ ദിനേശന്റെ കയ്യിൽ കമ്പി വെടി പിടിപ്പിച്ച ശേഷം വീണ്ടും ഷോക്കേൽപ്പിച്ച് മരണം ഉറപ്പിച്ചു കിരൺ. മുഖ്യപ്രതിയായ കിരണിന്റെ അമ്മയുമായി കൊല്ലപ്പെട്ട ദിനേശന് വർഷങ്ങൾ നീണ്ട വഴിവിട്ട ബന്ധമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് നിരവധി തവണ കിരണുമായി സംഘർഷമുണ്ടായി. 4 വർഷം മുമ്പ് ദിനേശൻ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. പുന്നപ്ര സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും മറ്റ് നിയമ നടപടികളിലേക്ക് കടന്നിരുന്നില്ല. കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും വീട്ടിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കവും കയ്യേറ്റവും ഉണ്ടായി. മരണപ്പെട്ട ദിവസവും ദിനേശൻ അശ്വമയെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. വീണ്ടും വരുന്നത് കാത്ത് കിരൺ ഇരുന്നു. വീടിന്റെ പിന്നിലെ താഴ്ന്ന പ്രദേശത്ത് വെള്ളം കയറുമ്പോൾ മത്സ്യം പിടിക്കാനായി ഉപയോഗിച്ചിരുന്ന വയർ കറണ്ടുമായി ഘടിപ്പിച്ചിരുന്നു. 12:30 വോൾട്ടേജിൽ വ്യതിയാനം വന്നതോടെ ദിനേശന് വൈദ്യുതാഘാതം ഏറ്റെന്ന് ഇലക്ട്രീഷ്യൻ കൂടിയായ കിരണിന് ഉറപ്പായി. പുറത്തിറങ്ങിയ ശേഷം കൈയിൽ കമ്പിവടി ഘടിപ്പിച്ച് വീണ്ടും വൈദ്യുതി കടത്തിവിട്ടു. കൊലപാതക വിവരം അപ്പോഴേക്കും രക്ഷിതാക്കളെ അറിയിച്ചിരുന്നു. പുലർച്ചെ 3:30 പിതാവ് കുഞ്ഞുമോനും കിരണും മൃതദേഹം ചുമന്നെടുത്ത് പാടത്തുപേക്ഷിച്ചു. പിറ്റേ ദിവസം രാവിലെ ദിനേശൻ പാടത്ത് കിടക്കുന്നതായി അശ്വമ്മയോട് തൊട്ടടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞുവെങ്കിലും അവിടെ കിടക്കട്ടെ, ആരോടും പറയേണ്ടെന്നായിരുന്നു മറുപടി.
വൈകിട്ടോടെയാണ് മറ്റുള്ളവർ മൃതദേഹം പാടശേഖരത്തിൽ കാണുന്നത്. ആ ദിവസം തന്നെ അശ്വമ്മ കായംകുളത്ത് കല്യാണത്തിനും കുഞ്ഞുമോൻ ജോലിക്കും പോയിരുന്നു. മരണാനന്തര ചടങ്ങുകളിലും 3 പേരും സജീവമായി പങ്കെടുത്തു. കുഞ്ഞുമോനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ താൻ ചവിട്ടിയാണ് ദിനേശനെ കൊലപ്പെടുത്തിയതെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതികൾക്ക് സത്യം സമ്മതിക്കേണ്ടതായി വന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. തിരുവനന്തപുരം വെള്ളറടിയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുന്നു. പ്രജിൻ കുടുംബാംഗങ്ങളോട് നേരത്തെയും ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെന്ന് ജോസിന്റെ ബന്ധു ന്യൂസ് 18നോട് പ്രതികരിച്ചു. ബ്ലാക്ക് മാജിക്കിന്റെ ഭാഗമായാണോ പ്രജിൻ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് എന്നറിയാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അവൻ ഈ വീട്ടിനകത്ത് പൈപ്പ് പൊട്ടിച്ചു, ഇവരെ രണ്ടുപേരെയും പുറത്താക്കി. രാത്രിയാണ് അസമയത്ത്. എന്നിട്ട് അവൻ ഇവിടെ നിന്നാണ് കുളിച്ചത്. ഈ ഹാളിൽ നിന്ന് പൈപ്പ് പൊട്ടി മൊത്തം വെള്ളം ഈ വീട്ടിനകത്ത്. ഭയങ്കരമായി അസഹ്യമായ രീതിയിൽ ഒരു പെരുമാറ്റം നടത്തി. അത് എനിക്ക് തോന്നുന്നു 2 വർഷമായെന്ന് തോന്നുന്നു. അതെ, പൊട്ടിച്ച് ഇവിടെ നിന്ന് കുളിച്ചു ഈ ഹാളിൽ നിന്ന്. അപ്പോൾ അവസാനം ഇവർക്ക് വീട്ടിൽ കയറാനും നിവൃത്തിയില്ല. അങ്ങനെ 100-ൽ വിളിച്ചു ജോസണ്ണ. ചൈനയിലെ വുഹാനിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കി വെള്ളറടയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് പ്രജിൻ ജോസിന്റെ പെരുമാറ്റത്തിൽ ഇങ്ങനെ അസ്വാഭാവികതകൾ കണ്ടു തുടങ്ങിയത്. 1 മാസം മുമ്പ് ബന്ധുവിന്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രജിൻ ചെയ്തതാകട്ടെ ഇങ്ങനെ. എല്ലാവരും കുടുംബപരമായി ഈ പ്രജനും ഉണ്ടായിരുന്നു. പള്ളിയിലെ കെട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മണ്ഡപത്തിലേക്കല്ല പോയത്. അവർ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ഈ ചർച്ചിലെന്ന് റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്ത് ആഡിറ്റോറിയത്തേക്ക് 2 കിലോമീറ്റർ ഉണ്ട്. പ്രജിൻ ഈ വാഹനത്തിൽ ജോസന്റെ ഭാര്യ, മകള്, ഈ ജോലിയൊക്കെ ചെയ്യാൻ വരുന്ന ഒരു സ്ത്രീ, ഇവരെല്ലാവരും ആ കാറിലാണ് കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്കാണ് ആ കാറ് തിരിച്ചു വിട്ടത്. അപ്പോൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരു മരുന്ന് വാങ്ങണം മെഡിക്കൽ സ്റ്റോറിൽ. അപ്പം മെഡിക്കൽ സ്റ്റോർ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ മരുന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു അലസ്യമായി വാഹനം ഓടിച്ചു, വേഗതയിൽ. അതെ. അപ്പം സഹോദരി പറഞ്ഞു, എന്നെ നീ ഇറക്കി വിട്, നിങ്ങളെല്ലാം ഞാൻ സ്വർഗത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു സ്പീഡിലാണ് വന്ന് വണ്ടി നിന്നത് ഈ വീട്ടിന്റെ ഫ്രണ്ടിൽ. എന്നിട്ട് അവൻ ഇറങ്ങി അങ്ങ് മുകളിൽ പോയി. പിതാവിന്റെ മരണം ഉറപ്പാക്കാൻ പ്രജിൻ ചെയ്ത ക്രൂരകൃത്യം കണ്ട് അമ്മ ബോധരഹിതയായെന്നും ബന്ധുവായ ഷൈൻകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. അമ്മ ഇവിടെ ഇതറുക്കാൻ വേണ്ടി വെച്ചിരുന്ന കത്തി എടുത്താണ് കഴുത്തറുത്തത്. അപ്പോൾ ഈ അമ്മ വരുന്ന സമയത്ത് പ്രജിൻ ഇവിടെ നിന്ന് പോയി. പ്രജിൻ ഉണ്ടായിരുന്നു പുറത്ത്, ഈ ജോസേട്ടന്റെ പുറത്ത്. അതെ, മരണം ഉറപ്പാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ ശംഖ് അറ്റിരുന്നു. ഈ 2 പൊട്ടിയിരുന്നു. അപ്പൊ ഈ ജോസേട്ടൻ കണ്ണ് തുറന്നാണിരുന്നത്. കണ്ണ് തുറന്ന് അപ്പോൾ ഈ അമ്മയ്ക്ക് തോന്നി അമ്മയെ നോക്കുന്നതാണ്, എന്തോ പറയുന്നതാണ് വേണ്ടി അമ്മ കെട്ടിപ്പിടിച്ചു. അവരെ പുറത്തുവിടാൻ ഈ സമയത്ത് പോലീസ് എത്തിക്കഴിഞ്ഞു. നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം പ്രിയങ്കരനായിരുന്ന ജോസിന്റെ ക്രൂര കൊലപാതകത്തിന്റെ നടുക്കത്തിൽ നിന്ന് വെള്ളറടയിലെ കിളിയൂർ എന്ന ഗ്രാമം ഇപ്പോഴും മുക്തമായിട്ടില്ല. അതേസമയം കൊലപാതകത്തിലേക്ക് നയിച്ചത് ബ്ലാക്ക് മാജിക് തന്നെയോ എന്ന് ഉറപ്പിക്കാനുള്ള പോലീസിന്റെ പരിശോധനയും പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കയർ ബോർഡിന്റെ കൊച്ചി ആസ്ഥാനത്ത് തൊഴിൽ പീഡനമെന്ന് ആരോപിച്ച ഇന്നലെ മരിച്ച സെക്ഷൻ ഓഫീസർ ജോളി മധുവിന്റെ സംസ്കാരം നാളെ ഇടപ്പള്ളി സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ രാവിലെ 11 മണിക്ക് സംസ്കാരം നടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകിട്ട് 3 മണിക്ക് പാലാരിവട്ട് ആലൻചൂടുള്ള വീട്ടിൽ പൊതുദർശനമുണ്ടാവും. ജോളി മധുവിന്റെ മരണത്തിന് കാരണം ജോലി സ്ഥലത്തെ മാനസിക പീഡനവും അമിത ജോലിഭാരവുമാണെന്ന് ചൂണ്ടിക്കാട്ടി കയർ ബോർഡിനെതിരെ കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പ്രധാനമന്ത്രിക്കടക്കം ജോളി ഇക്കാര്യം ഉന്നയിച്ച് പരാതി നൽകിയിരുന്നു. എന്നാൽ ആരോപണം കയർ ബോർഡ് നിഷേധിച്ചു. പത്തനംതിട്ട കോന്നി മുറിഞ്ഞകലിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 19-കാരിയെ ഗായത്രിയാണ് വാടക വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടി പരിശീലനം നടത്തുന്ന ആർമി റിക്രൂട്ട്മെന്റ് കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ഗായത്രിയുടെ അമ്മ ആരോപിച്ചു. ഹോട്ടൽ ജീവനക്കാരിയായ അമ്മ ജോലി കഴിഞ്ഞ് തിരികെ വന്നപ്പോഴാണ് മുറിക്കുള്ളിൽ മകളെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. മരിച്ച 19-കാരി ഗായത്രി ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നടത്തി വരികയായിരുന്നു.
ഇവിടുത്തെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ഗായത്രിയുടെ അമ്മ രാജി ആരോപിച്ചു. ഈ അധ്യാപകൻ കാരണം തന്നെ എൻ്റെ കുഞ്ഞ് പോയത്. ഇയാൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാനൊരു പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണോ? അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്. ഇതിനി ഞാൻ ഏതറ്റം വരെയും പോകും. സ്ഥാപനത്തിനെതിരെ കൂടൽ പോലീസിൽ അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. ഗായത്രിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. പാലക്കാട് കല്ലടിക്കോട്ട് നിയന്ത്രണം വിട്ട ബൈക്ക് വഴിയാത്രക്കാരെ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. പനയങ്കാടം അങ്ങാടിക്കാട് മുസ്തഫ, പുതുക്കാട് കടുവക്കുഴിയിൽ ആൽബിൻ എന്നിവർക്കാണ് ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിക്കായിരുന്നു അപകടം. ഒരിടവേള കൂടി. ആലപ്പുഴ പുന്നപ്രയിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ കൊലപ്പെടുത്തി. പുന്നപ്ര സ്വദേശി ദിനേശനാണ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ വൈദ്യുതാഘാതമേൽക്കാൻ കെണിയൊരുക്കിയായിരുന്നു കൊലപാതകം. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ രഹസ്യമൊഴി നൽകി നടി. ആലുവ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് മൊഴി നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തെന്ന നടിയുടെ പരാതിയിൽ BNS-ലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. കേസെടുത്തതിനു ശേഷവും സനൽകുമാർ നടിയെ ആക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിരുന്നു. ജീവന് ഭീഷണിയുണ്ടെന്ന് അനന്തുകൃഷ്ണൻ. രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ജുഡീഷ്യറിയിലെ ഉന്നതരും ഉൾപ്പെട്ടത് കേസായതിനാൽ ഭീഷണിയുണ്ട്. മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് അനന്തു ഇക്കാര്യം പറഞ്ഞത്. അനന്തുവിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. പാതിവില തട്ടിപ്പ് കേസ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് SP സോജന്. ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണ മേൽനോട്ടം വഹിക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGPയും ക്രൈംബ്രാഞ്ച് ADGPയും മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിപുലമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. പാതിവില തട്ടിപ്പിലൂടെ സമാഹരിച്ച പണത്തിൽ നല്ലൊരു പങ്ക് അനന്തുകൃഷ്ണൻ ആഡംബര ജീവിതത്തിന് ഉപയോഗിച്ചുവെന്ന് രേഖകൾ. പണം സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചത് അനന്തുവിന്റെ കമ്പനിയായ സോഷ്യൽ ബി വെഞ്ചേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം. ഡിസംബറിൽ മാത്രം അനന്തു ചെലവിട്ടത് 7 ലക്ഷത്തിലേറെ രൂപ. വിമാനയാത്രയ്ക്കും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ താമസത്തിനും പണം ചെലവാക്കി. 21 അക്കൗണ്ടുകൾ അനന്തു കൈകാര്യം ചെയ്തുവെന്നും പോലീസിന്റെ കണ്ടെത്തൽ. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തുകൃഷ്ണനിൽ നിന്ന് ചില്ലിക്കാശ് കൈപ്പറ്റിയിട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA. ഒരു ചാനൽ തെറ്റായ വാർത്ത നൽകി. 7 ലക്ഷം രൂപ കുഴൽനാടന് നൽകിയെന്ന മൊഴി കണ്ടെത്തുന്നതായിരുന്നു ചാനലിലെ ആങ്കർ പറഞ്ഞത്. അത്തരം ഒരു മൊഴിയില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സ്ഥിരീകരിച്ചതാണെന്നും കുഴൽനാടൻ. തനിക്കെതിരായ ആരോപണങ്ങൾ തള്ളി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന വാങ്ങിയത് തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പ് തങ്കമണി സർവീസ് സഹകരണ ബാങ്കിൽ തനിക്ക് അക്കൗണ്ടില്ല. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും CV വർഗീസ്. പാതിവില തട്ടിപ്പ് പ്രതി അനന്തുകൃഷ്ണനെ ഉദ്ഘാടന പരിപാടിയിൽ കണ്ടുവച്ചുള്ള പരിചയം മാത്രമാണുള്ളതെന്ന് മന്ത്രി V ശിവൻകുട്ടി. ആനന്ദകുമാറും ജസ്റ്റിസ് രാമചന്ദ്രനും ഉള്ളതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ആനന്ദകുമാർ ക്ഷണിച്ചിട്ടാണ് പരിപാടിയിൽ പോയതെന്നും V ശിവൻകുട്ടി. പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഉൾപ്പെടെ മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ചർച്ചകളെല്ലാം സജീവമാക്കുകയാണ് BJP. മണിപ്പൂരിന് ചുമതലയുള്ള സംപിത് പിത്ര MLA-മാരുമായും വിവിധ സംഘടനകളുമായും പ്രത്യേകം ചർച്ച നടത്തി. മേത്തേ വിഭാഗത്തിൽ നിന്നുള്ളയാളെ അംഗീകരിക്കില്ലെന്ന് കുക്കി വിഭാഗം നിലപാടെടുത്തു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാൻ തൽക്കാലം എന്തായാലും BJP ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സൂചനകൾ. വളരെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും
മേത്തൈ കുക്കി വിഭാഗങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ ഒരാളെ കണ്ടുപിടിക്കുക വെല്ലുവിളിയാവില്ലേ? അതെ ശ്രീജ, സമവായത്തിലൂടെ ഒരു പ്രശ്നപരിഹാരം പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്തുക, അതാണിപ്പോൾ BJPയുടെ ലക്ഷ്യം. ഏതായാലും തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. ഇന്നലെ തന്നെ നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്റർ, BJPയുടെ നോർത്ത് ഈസ്റ്റ് കോർഡിനേറ്ററായ സംബിത് പാത്ര ഇംഫാലിലെത്തി ചർച്ച നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് MLA-മാരുമായി അദ്ദേഹം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തി, വിവിധ സംഘടനകളുമായി കൂടിക്കാഴ്ച നടത്തി, സഖ്യകക്ഷി നേതാക്കളെയും കണ്ടു. ഏതായാലും കുക്കി വിഭാഗം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ബീരേൻ സിംഗ് മെയ്തൈ വിഭാഗത്തിനുള്ള നേതാവാണ്. ഈ പുതിയ മുഖ്യമന്ത്രിയും മെയ്തൈ വിഭാഗത്തിൽ നിന്നാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നൊരു നിലപാട് കുക്കി വിഭാഗം ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. സഖ്യകക്ഷികളും സംബിത് പാത്രയെ വിഷയത്തിൽ നിലപാട് അറിയിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നും ചർച്ചകൾ തുടരും, MLA-മാരെ കാണും. അങ്ങനെ ഒരു സമവായമുണ്ടാക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ BJP കടക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ 3 പേരുകൾ പ്രധാനമായും ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, അതിലേറ്റവും പ്രധാനം നിലവിൽ മന്ത്രിയായിട്ടുള്ള YK സിംഗിൻ്റെ പേരാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. YK സിംഗ് ബീരൻ സിംഗിന് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഒപ്പം തന്നെ മുതിർന്ന നേതാവാണ്, നിലവിൽ മന്ത്രിസഭയിലെ അംഗമാണ്. മാത്രവുമല്ല RSSുമായി നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ പേരിന് ഏതായാലും മുൻഗണന ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം നിലവിലെ സ്പീക്കറായ സത്യപ്രദ സിംഗിനെയും ഈ ഘട്ടത്തിൽ BJP പരിഗണിക്കുന്നുണ്ട്. അദ്ദേഹവും കടുത്ത നിലപാട് ബീരൻ സിംഗിനെതിരെ എടുത്തിരുന്നു. മാത്രവുമല്ല അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയിൽ അവിശ്വാസ പ്രമേയം വരികയാണെങ്കിൽ അത് തടയാൻ കഴിയില്ല എന്ന നിലപാട് പറഞ്ഞത് അദ്ദേഹമാണ്. കാരണം പാർട്ടിയിലെ MLA-മാരിൽ പലരും അവിശ്വാസ പ്രമേയത്തെ കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നും ദേശീയ നേതൃത്വത്തെ അറിയിച്ചത് നിലവിലെ സ്പീക്കർ കൂടിയായ സത്യപ്രദ സിംഗാണ്. അപ്പോൾ അക്കാര്യം പേരുകൂടി പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. ഇതുകൂടാതെ രാധേശ്യാം സിംഗ് മുൻ IAS ഓഫീസറാണ്, അദ്ദേഹത്തിൻ്റെ പേരും ചർച്ചകളിലുണ്ട് എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ചർച്ചകൾ തുടരുകയാണ്. MLA-മാരുമായി വീണ്ടും ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും മറ്റു പ്രഖ്യാപനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ശ്രീജ. ശരി രാകേഷ്, ഇതോടൊപ്പം ഈ ആഭ്യന്തര കലഹം വർദ്ധിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്കൊക്കെ ഇടയിൽ പഞ്ചാബിലെ രാഷ്ട്രീയ നീക്കങ്ങളും വളരെ ശ്രദ്ധേയമാവുന്ന ഒരു സമയമാണ്. ആം ആദ്മി MLA-മാരുമായി ഇന്ന് കേജ്രിവാൾ ചർച്ച നടത്തുന്നുണ്ടല്ലോ. ഈ ആം ആദ്മി പാർട്ടി